മാറ്റിയ തെമ്മാടിയായ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഭരിക്കുമ്പോ എന്ത് തോന്നിവാസവും SFIക്കാർ നടത്താമെന്ന് കരുതണ്ട. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിറങ്ങിയവരാണ്. സംസ്ഥാനത്ത് നാളെ KSU വിദ്യാഭ്യാസ ബന്ദാണ്. വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ആഹ്വാനം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടായിരുന്നു KSU പ്രതിഷേധ മാർച്ച്. സിദ്ധാർത്ഥന്റെ മരണത്തിനെ തുടർന്ന് KSU വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് നടത്തിവന്ന നിരാഹാര സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മെത്തർ MP എന്നിവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. SFI അരുംകൊല ചെയ്ത സിദ്ധാർത്ഥന്റെ കൊലപാതകം CBI അന്വേഷിക്കുക, സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദിയായ ഡീൻ MK നാരായണനെ പുറത്താക്കി പ്രതി ചേർക്കുക, കൊലപാതകികളെ സംരക്ഷിച്ച അധ്യാപകരെ പിരിച്ചുവിടുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല നിരാഹാര സമരമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിച്ചു. അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തിങ്കളാഴ്ചയും പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതികളായ രഹാൻ ബിനോയ്, ആകാശ് എന്നിവരുമായാണ് തിങ്കളാഴ്ച ക്യാമ്പസിലെ കുന്നിൻ മുകളിൽ തെളിവെടുപ്പ് നടത്തിയത്. സിദ്ധാർത്ഥനെ പ്രതികൾ ആദ്യം മർദ്ദിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ക്യാമ്പസിലെ പിറകിലെ വഴിയിലൂടെയാണ് തെളിവെടുപ്പിനായി പ്രതികളെ കുന്നിൻ മുകളിൽ എത്തിച്ചത്. അതിവേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. സ്ഥലത്തുനിന്ന് ആയുധങ്ങളൊന്നും കണ്ടെടുത്തിട്ടില്ല. അതിനിടെ ഇവിടെ വെച്ച് മർദ്ദിച്ചാൽ ബഹളവും ശബ്ദവും താഴെയുള്ളവർ കേൾക്കില്ലേ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികളോട് ചോദിച്ചിരുന്നു. കേൾക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു യാതൊരു കൂസലുമില്ലാതെ പ്രതികളുടെ മറുപടി. അറസ്റ്റിലായ രഹാൻ ബിനോയ് സിദ്ധാർത്ഥന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. സംഭവ ദിവസം ക്യാമ്പസിൽ തിരികെ എത്തിയ സിദ്ധാർത്ഥനെ പ്രതികൾ ആദ്യം കുന്നിൻ മുകളിലെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും ഇവിടെ വെച്ചാണ് മർദ്ദനം ആരംഭിച്ചതെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതിനുശേഷമാണ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി മർദ്ദനം തുടർന്നത്. കഴിഞ്ഞ ദിവസം കേസിലെ മുഖ്യപ്രതിയായ സിൻജോ ജോൺസണെയും തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു. പൂക്കോട് ക്യാമ്പസിലെ ഹോസ്റ്റലിലാണ് സിൻജോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഗ്ലൂഗണ്ണും ഇതിന്റെ വയറും പോലീസ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പോലീസിന് പാർട്ടിയുടെ സമ്മർദ്ദമുണ്ടെന്നും കേസ് അന്വേഷണത്തെ ഇപ്പോൾ ആശങ്കയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റുപറ്റിപ്പോയെന്ന SFI നേതാവിന്റെ പ്രതികരണം രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പൊതുസമൂഹം എതിരാണെന്ന് അറിഞ്ഞതോടുകൂടിയാണ് തല കുനിക്കുന്ന എന്ന പ്രസ്താവനയെന്നും ആത്മഹത്യാ പ്രേരണയ്ക്കല്ല കൊലപാതകത്തിന് തന്നെ കേസെടുക്കണമെന്നും ജയപ്രകാശ് പ്രതികരിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തണമെന്ന കുടുംബം ആവശ്യപ്പെട്ടു. കൊലപാതക കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു ആവശ്യപ്പെട്ടു.